ഇന്നത്തെ വീഡിയോ അതേ ടൗണിൽ നിന്ന് തുടങ്ങുവാണ്. ഇന്നലെ മോനുകുട്ടനെ കൊച്ചോളുടെ വീട്ടിൽ കൊണ്ടുവിട്ടേക്കുമായിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് അവരെല്ലാവരും കൂടെ ടൗണിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. കൊച്ചോള് നാളെ എറണാകുളത്ത് പോവാം. അപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ അടുക്കൽ ചെന്ന് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്നതാണ്. പ്രിയങ്ങളെ, ചെന്നപ്പോൾ തൊട്ട് കണ്ണ് കാണാൻ വയ്യാത്ത മഴയും കാറ്റും ഇടിയും. ഞങ്ങൾ പിന്നെ കുറേ നേരം ഈ കടയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് മഴയൊന്ന് തോർന്നപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാറ്റും കൊള്ളിയാനും ഒന്നും പോരാഞ്ഞിട്ട് റോഡ് മുഴുവൻ വെള്ളം, അതിൻ്റെ കൂടെ ഇരുണ്ടങ്ങ് മൂടി. അങ്ങനെയുള്ളപ്പം വണ്ടി ഓടിച്ച് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് മോനുകുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് മടിച്ചു. അവരും പറഞ്ഞു പോകണ്ടാന്ന്. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുന്നത്. ഇനി രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൊച്ചോള് നാളെ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. എറണാകുളത്ത് പോവാ. എന്തിനാന്ന് പറ കൊച്ചേ. പഠിച്ച് പഠിച്ച് ഒരു വരുവ, എന്നിട്ട് പിന്നെയും പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ കൊച്ചോട് പഠിക്കാൻ പോകുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാക്കിങ് ഇവിടെ എല്ലാം എടുത്തോണ്ട് വെച്ചോണ്ടിരിക്കുക. എന്തോ ചുമ്മാടി, മനഃപൂർവ്വം പറഞ്ഞാച്ചേ. ഞാൻ കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യത്തില്ല. അതാ മാമിയോടുള്ള സ്നേഹം, അത് മതി. ഇപ്പൊ താഴെയിട്ട് പൊട്ടിച്ചേ. ഉപയോഗിച്ചാ നിനക്ക് ചോറ് പിടിക്കുമല്ല. എന്തു തുണി കഴുകലൊക്കെ ഉണ്ടോ കൊച്ചോളെ നിനക്ക്? ഈ ബ്രഷൊക്കെ എന്തോ ഇവളാണെങ്കിൽ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ കൊച്ചോള് മാസത്തിലൊരിക്കൽ ഇങ്ങോട്ട് വരും. എല്ലാം കൂടെ പേർക്ക് കെട്ടി കൂട്ടിക്കോട്ടെ. ഇത് ചിപ്പിക്ക് ചെരുപ്പ് മേടിച്ചതാ, കണ്ടോ, 150 രൂപ. ഇതിന്റെ വേറെ കളറും ഉണ്ട്, നല്ല രസമുണ്ട്. വേറെ കളർ കാണിക്കാം. അവിടെ ഇല്ലായിരുന്നല്ലോ. ഇതുണ്ട്, അതിന്റെ തന്നെ വേറെ കളർ. രണ്ടും നല്ലതാ കൊച്ചെ. പക്ഷെ ഇതൊന്നുകൂടെ ഒന്ന് തയ്പ്പിക്കണം കേട്ടോ. ഇത് കൊച്ചോക്ക് മേടിച്ച ചെരുപ്പായിട്ട്. ഇത് എത്ര? ഒത്തിരി നാളിടാം. അവര് ചെരുപ്പെടുത്തതിന്റെ കെയർ ഓഫ് മോനുകുട്ടൻ ഒരു ക്രോക്സ് വാങ്ങിച്ചു. എനിക്ക് നോക്കി പ്രിയങ്ങളെ, പക്ഷെ കിട്ടിയില്ല എന്റെ സൈസിന് പറ്റിയത്. മോനുകുട്ടന്റെ ചെരുപ്പ് എന്തിയടാ? മോനുകുട്ടന് മേടിച്ച ക്രോക്സ് ആയത് അല്ലേ? ഇല്ലേ, ആദ്യം എടുത്തന്നെ കാട്ടിക്കോളാം. എനിക്ക് ചിരിക്കാൻ വയ്യാൻ പറഞ്ഞേ. ഇത് ഓ, ഇത് മൂക്കുത്തിയാണോ? ഇത് എടുത്തതാ കമ്മല്. എന്നാ ഞാനങ്ങ് വെച്ചേ. ഒരെണ്ണം താഴെ പോയി കേട്ടോടി. പൊട്ട്. ഇതെന്തു പൊടി ഇത്? ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇതൊന്നും നല്ലപോലെ ഇട്ടോണ്ട് നടക്കുന്ന ഞാൻ കാണുന്നില്ലല്ലോ. നല്ല രസമുണ്ട്, പക്ഷെ നമുക്ക് മുടിയില്ലാത്ത ഞാനിത് രസമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം. 20 രൂപ. 15, 20. പക്ഷെ അവിടെ നല്ല വിലക്കുറവുണ്ട്. ഉടുപ്പിന് പറ്റിയ പാവക്കുട്ടിയുണ്ട്. മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് ടൗണ് വഴി പോകാൻ വന്ന ഞാൻ ഇപ്പൊ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. കാറ്റും മഴയും കൊള്ളിയാനും ഇടിയും ഇരുട്ടും ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ഞങ്ങളെ മരമെല്ലാം വീണൊന്നും കറണ്ടില്ല. ഇവിടെ ഉണ്ട് പലയിടത്തും മരം വീണ് കറണ്ടില്ല. യുദ്ധത്തിന്റെ ഒന്നും കുഴപ്പമില്ല. ക്ഷീണിച്ചോ നീ?
5 പൈസ കയ്യിലില്ല പട്ടി. ഒരു 500 രൂപ അയച്ചു തരുമോ? എന്തോ ആര് ചീത്ത വിളിക്കാൻ? ആരെ ചീത്ത വിളിക്കാനാണോ? ആര്? ദോശ ഉണ്ടാക്കിയോ? എവിടാ? ആ വരാം. എവിടാ? എന്തോ അതിന്റെ മണ്ടക്ക് കവർ ഇട്ടിട്ടുണ്ടോ വണ്ടിയുടെ മണ്ടക്ക്? ഇല്ല. ചിക്കൻ ദോശ. ഇവിടെ ചിലർക്ക് ചിക്കനും ദോശയും. എനിക്ക് ചോറ്, എനിക്ക് പൊതിച്ചോറ്. മാമി എനിക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രിയങ്ങളെ. സാരമില്ല, സാരമില്ല. അതാ അപ്പൂപ്പനാ. അപ്പൂപ്പ കഴിച്ചോ? ആ വരാം. മാമി വേണ്ട, ബാ മാമിയും കൂടെ ബാ കഴിക്കാം. അല്ല ആ പേപ്പറിങ്ങി പോയി. വേണ്ട വേണ്ട. ഇനി ഇവനെ അങ്ങോട്ട് വരും. അതേ ഉള്ളു. അങ്ങനെ പൊട്ടിക്കാൻ വെക്കാതെ ഇത്രയും കെട്ടിമുട്ടി വന്നിട്ട് കാര്യമില്ല. അടുത്ത പൊന്നുമാവാം. ഇനിയൊന്നും വേണ്ടെന്ന് കേട്ടോ. ആ എനിക്ക് ഇച്ചിരി വേണം. ഞാനും മോനുകുട്ടനോടെ പൊതിച്ചോറുണ്ണുവാണേ. ഞാൻ എടുത്തോളാം. ആ മതി മതിയാണ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.